വോയിസ് ഓഫ് മെട്രോയിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ദൈവനാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം. ബന്ധങ്ങൾ എത്ര തീവ്രതയുള്ള വാക്കാണല്ലേ. എന്നാൽ നാം ആയിരിക്കുന്ന ഈ സമൂഹത്തിൽ ഈ വാക്കിൻ്റെ പ്രാധാന്യത ഏറെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു കുടുംബം എടുത്തു കഴിഞ്ഞാൽ പലതരം ബന്ധങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഭാര്യ ഭർത്തൃബന്ധം, മാതാപിതാക്കൾ മക്കൾ തമ്മിലുള്ള ബന്ധം, സഹോദര ബന്ധങ്ങൾ, ഇവയൊന്നും കൂടാതെ നല്ല നല്ല സുഹൃത്ത് ബന്ധങ്ങൾ. എന്നാൽ ഈ കാലഘട്ടത്തിൽ കഴിവതും ബന്ധങ്ങൾ നിലനിർത്താൻ നാം ശ്രമിക്കാറുണ്ട്. എന്നാൽ ഈ ലോകത്തിൽ നിന്ന് രൂപപ്പെട്ട ബന്ധങ്ങൾക്ക് ആയുസ് കുറവാണ്, അത് വെറും ക്ഷണികമാണ്. എന്നാൽ നിത്യമായി നിലനിൽക്കേണ്ട മറ്റു ബന്ധങ്ങളെക്കാൾ ഉപരിയായി നാം പടുത്തുയർത്തേണ്ട ബന്ധമാണ് നാമും നമ്മുടെ കർത്താവുമായിട്ടുള്ള ബന്ധം. ഒരു ചങ്ങല നാം നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കണ്ണികൾ തമ്മിലുള്ള പെർഫെക്ഷൻ, അത് കാണുമ്പോൾ അറിയാം ആ ചങ്ങല എത്രമാത്രം ശക്തിയുള്ളതാണ് എന്ന്. എന്നാൽ ഏതെങ്കിലും ഒരു കണ്ണി മുറിഞ്ഞാൽ അതെപ്പോൾ വേണമെങ്കിലും വേർപെട്ടു പോകാം. അപ്പോൾ അതിൻ്റെ പൂർണ്ണത അവിടെ നഷ്ടപ്പെടുകയാണ്. പിന്നെ നാം എത്ര തന്നെ ശ്രമിച്ചാലും അതിനെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു എന്ന് വരികയില്ല. അതുപോലെ തന്നെയാണ് നാമും നമ്മുടെ കർത്താവുമായുള്ള ബന്ധം. ഈ ബന്ധം ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആ ബന്ധത്തിനൊരു വിള്ളൽ വരാതെ, ഒരു അകൽച്ച വരാതെ സൂക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുമാണ്. ഈ ഭൂമിയിലെ മറ്റുള്ള ബന്ധങ്ങൾ പാതി വഴിയിൽ പോകേണ്ടി വന്നേക്കാം. നാം ആശ്രയിച്ച പലരും നമ്മളെ കൈവിട്ടേക്കാം. എന്നാൽ ദൈവം മുൻപാകെ നാം വിശ്വസ്തരായി നിന്നാൽ, പൂർണ്ണമായ കർത്താവിൽ ആശ്രയിച്ചാൽ, അവനോട് പറ്റിച്ചേർന്നിരുന്നാൽ, നമ്മെ കൈവിടാത്ത, നമ്മെ ഉപേക്ഷിക്കാത്ത, നമ്മുടെ വീഴ്ചയിൽ നമ്മെ താങ്ങുന്ന ഒരു അരുമനാഥനായ കർത്താവ് നമുക്കുണ്ട്. ആയതിനാൽ ആ കർത്താവുമായിട്ടുള്ള ബന്ധം വേർപെട്ടു പോകാതെ ശക്തിയോടെ നിലനിർത്താൻ, പവിത്രയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കർത്താവ് നമ്മെ ഏവരും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.